ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കണ്ണനും മഹിയും ഒരുമിച്ച് പുറത്തു പോകുന്നു എന്ന് കരുണയിൽ നിന്നറിയുന്ന പ്രതാപൻ അവരെ ഈ ലോകത്ത് നിന്ന് ഇന്ന് തന്നെ പറഞ്ഞു വിടുമെന്ന് പറയുമ്പോൾ മുത്തശ്ശിക്കാണെങ്കിൽ അത് കേട്ട് ശരിക്കും പേടി പിടിക്കുന്നുണ്ട്. ലക്ഷ്മിയും കണ്ണനും ഇല്ലാതാവണമെന്ന് നിന്നെപ്പോലെ തന്നെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതിന് ശ്രമിച്ചപ്പോഴൊക്കെ നമുക്ക് തന്നെയാണ് തിരിച്ചടികൾ കിട്ടിയിരിക്കുന്നത്. അതാലോചിക്കുമ്പോൾ വല്ലാത്തൊരു ഭയം എന്ന് മുത്തശ്ശി പറയുമ്പോൾ അമ്മയെയും എന്നെയും കരുണമോളെയും എൻ്റെ ലോറിമോൻ ചതിക്കില്ലെന്നും ഇത്തവണ ഞാൻ മനസ്സിൽ കണക്കുകൂട്ടിയതുപോലെ കാര്യങ്ങൾ നടപ്പാക്കുമെന്ന് തന്നെ പ്രതാപൻ പറയുന്നുണ്ട്. പ്രതാപൻ്റെ പദ്ധതിയെക്കുറിച്ച് കരുണയിൽ നിന്നറിയുന്ന ഉണ്ണിയാണെങ്കിൽ ഇനി നിൻ്റെ അച്ഛൻ തന്നെയാണോ എൻ്റെ അച്ഛനെ ലോറി ഇടിപ്പിച്ച് കൊന്നത്, അല്ലെങ്കിൽ കൃത്യമായിട്ട് എൻ്റെ അച്ഛൻ എന്തിന് നിൻ്റെ അച്ഛനെ ശല്യം ചെയ്യണമെന്ന് ഉണ്ണിയുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ കരുണയാകെ വല്ലാതാവുന്നുണ്ട്. അങ്ങനെ കണ്ണനും മഹിയും ഒരുമിച്ച് പോകുന്നതെല്ലാം ഗൂഢമായിട്ടുള്ളൊരു ചിരിയോടെ കരുണയും ഉണ്ണിയും മുകളിൽ നിന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ആ നോട്ടം അത്ര പന്തിയല്ലല്ലോ എന്ന് മഹി പറയുമ്പോൾ ഇനി നമ്മളെ കൊല്ലാനായിട്ട് ആർക്കെങ്കിലും കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റില്ല. ഏതായാലും ഒന്ന് സൂക്ഷിക്കണേ എന്ന് ഡ്രൈവറോട് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. അപ്പോൾ അവർ പോയതിന് ശേഷം സാഗറിനെ അപമാനിച്ച് സംസാരിക്കുന്നുണ്ട് ഉണ്ണിയും കരുണയൊക്കെ. പക്ഷെ അവർക്ക് നല്ല മറുപടി കൊടുത്തു വിടുന്നുണ്ട് കേട്ടോ സാഗറും മഞ്ജുവും. സ്വന്തം ഭാര്യയുടെ വാക്ക് കേട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് പോയി തൂങ്ങി ചത്തൂടെ എന്ന് സാഗറും മഞ്ജുവും കണക്കിന് കൊടുക്കുന്നു. ഇപ്പോൾ പോയവരില്ലേ, അവരുള്ളതുകൊണ്ടാണ് ഇവർക്ക് ഇത്ര അഹങ്കാരം. അവരുടെ വെള്ള പുതിപ്പിച്ച ശരീരം മാത്രമേ ഇവരിനി കാണാൻ പോകുള്ളൂ എന്ന് കരുണ പറയുന്നുണ്ട് കേട്ടോ ഉണ്ണിയോട്. ഇതേ സമയം കണ്ണനും മഹിയും ആണെങ്കിൽ ഇടയ്ക്ക് വെച്ച് കരിക്ക് കുടിക്കാനൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും കാണുമോ കണ്ണേട്ട എന്ന് മഹി ചോദിക്കുമ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും സത്യങ്ങൾ അറിയുകയാണെങ്കിൽ അറിയട്ടെ എന്നും തന്നോടൊപ്പം ചുറ്റിയടിക്കാനുള്ള ഒരവസരവും ഞാൻ പാഴാക്കി കളയില്ല എന്ന് പറയുന്നുണ്ട് കണ്ണൻ. ഇതേ സമയം പ്രതാപനാണെങ്കിൽ കൊലയാളി ലോറിയെ നോക്കി ചിരിക്കുകയാണ്. തുടർന്ന് ഞാനൊരു അവസാന കളിക്ക് ഇറങ്ങുകയാണെന്നും അന്ന് വിശ്വനാഥൻ്റെ ജീവൻ എടുക്കാൻ നീ എന്നെ സഹായിച്ചു. ഇന്നിപ്പോൾ എൻ്റെ മോളുടെ കണ്ണീര് കണ്ടിട്ടാണ് ഞാനിതിന് ഇറങ്ങി പുറപ്പെടുന്നത്. നിന്നെ ഞാൻ എൻ്റെ സ്വന്തം മോൻ്റെ സ്ഥാനത്താണ് നിർത്തിയിരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു ഭ്രാന്ത് പിടിച്ചതുപോലെ ചിരിക്കുന്നുണ്ട് ലോറിയെ നോക്കി. പിന്നീട് ലേഖ അനന്തവിനോട് പറയുന്നുണ്ട് കരുണ ഇവിടെ വന്നിട്ട് പോയത് മുതൽ മനസ്സിൽ വല്ലാത്തൊരു പേടി. മാത്രമല്ല കണ്ണേട്ടനും മഹിയും ഇന്ന് ഒരുമിച്ച് പുറത്തു പോയിരിക്കുകയല്ലേ, എല്ലാത്തിനും സോറി പറഞ്ഞു വന്ന അവളെ എന്തെങ്കിലും ചതി ഒളിപ്പിച്ചാണോ വന്നിരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല എന്നെല്ലാം ലേഖ പറയുമ്പോൾ എനിക്കും അങ്ങനെ ഒരു പേടിയില്ലാതില്ല ലേഖയെ. പക്ഷെ ഒന്നുണ്ട് ലേഖയെ, കണ്ണനിപ്പോൾ വീൽ ചെയറിൽ സഞ്ചരിക്കുന്ന പഴയ കണ്ണനല്ല. എന്തും നേരിടാനുള്ള ശക്തി അവനുണ്ട്. പിന്നെ അവർ അറിയാതെ തന്നെ അവരെ പിന്തുടരുന്ന ശക്തികളും കൂടെയുണ്ട്. അതുകൊണ്ട് കണ്ണനെയും മഹാലക്ഷ്മിയും അപായപ്പെടുത്താൻ ആര് ശ്രമിക്കുന്നുവോ അവർക്ക് തന്നെയായിരിക്കും തിരിച്ചടി കിട്ടാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ അനന്തു. പിന്നീട് അങ്ങനെ കണ്ണനും മഹിയും ഒരുമിച്ച് ബീച്ചിൽ വരുന്നുണ്ട്. അപ്പോൾ കരുണ വന്നതിനെക്കുറിച്ച് മഹിയും പറയുന്നുണ്ട്. അന്ന് ഇതുപോലെ അവൾ വീട്ടിൽ വന്ന് പോയതിന് ശേഷമാണ് പലഹാരത്തിൽ വിഷം ചേർത്ത് കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കിയത്. അന്ന് പലഹാരത്തോടൊപ്പം വിഷവും ഉള്ളിൽ ചെന്നിട്ടുണ്ട്. അതുകൊണ്ട് കുഞ്ഞിന് എന്തെങ്കിലും ആപത്തുണ്ടാവുമോ എന്ന് മഹി ചോദിക്കുമ്പോൾ കുഞ്ഞിന് പോരായ്മ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് തോമസ് ഡോക്ടർ പറഞ്ഞ കാര്യം ഇയാളെ എങ്ങനെ അറിയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ വല്ലാതെ തന്നെ സങ്കടപ്പെടുന്നുണ്ട്. എത്ര നന്നായിട്ടാണ് പ്രതാപൻ ആ ചതി ചെയ്തത് എന്ന് കണ്ണൻ പറയുമ്പോൾ അന്ന് കണ്ണേട്ടൻ്റെ കുഞ്ഞാണ് എൻ്റെ വയറ്റിൽ വളരുന്നത് എന്നറിയാതെയാണ് അവരങ്ങനെ ചെയ്തത്. ഇന്നിപ്പോൾ എല്ലാ സത്യങ്ങളും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് മനസ്സിൽ വല്ലാത്തൊരു പേടി എന്ന് മഹി പറയുമ്പോൾ താൻ പേടിക്കണ്ട, നമ്മുടെ കുഞ്ഞ് ഒന്നും സംഭവിക്കാതെ ജനിക്കുമെന്ന് വിഷുദിവസം കണ്ടപ്പോഴും സിദ്ധിയായിട്ടുള്ള അമ്മ പറഞ്ഞിരുന്നു. അമ്മയുടെ വാക്കുകൾ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. പിന്നെ ഇനി മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങളെല്ലാം നേരിടേണ്ടി വരുമെന്ന് താനും അവർക്ക് താക്കീത് കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ മഹിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കരുണാലയത്തിലെത്തുന്നു. അപ്പോൾ മുത്തശ്ശി ആണെങ്കിൽ അവിടെ നാമം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ ഇതുവരെ വിളിച്ചില്ലല്ലോ മുത്തശ്ശി എന്ന് കരുണ ചോദിക്കുമ്പോൾ മോള് വിളിച്ചു പറഞ്ഞില്ലേ കണ്ണനും ലക്ഷ്മിയും ഒരുമിച്ച് യാത്ര പോകാൻ തുടങ്ങുകയാണെന്ന്. അതിൻ്റെ പുറകെ അവനും ഇവിടെ നിന്ന് പോയതാണ്. മോൾ ആത്മഹത്യ ചെയ്തു കളയും എന്ന പേടിയാണ് അവനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. അവൻ ജയിലിൽ പോയി കിടന്നാലും വേണ്ടില്ല, മോളുടെ കണ്ണീര് കാണാൻ അവന് വയ്യ എന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ ഇപ്പോൾ ആ മഞ്ജുവും സാഗറിനും ഒക്കെ പൂർണ്ണ സ്വാതന്ത്ര്യമാണ് അയാളും അവളും കൊടുത്തിരിക്കുന്നതെന്ന് കരുണ പറയുമ്പോൾ എല്ലാം ഇന്നത്തോടെ തീർന്നു മോളെ. അവൻ്റെ ആ ലോറി അവനെ ഇതുവരെ ചതിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി. എല്ലാം സക്സസ് ആയി എന്ന് അച്ഛനിൽ നിന്നും വിവരം കിട്ടട്ടെ, എന്നിട്ട് ഞാൻ പോയിക്കോളാം.
വെള്ള പുതച്ചു കിടക്കുന്ന അവളുടെയും അവളുടെ ഭർത്താവിനെയും തലക്കിടത്തിരുന്ന് കരയാൻ എന്ന് കരുണ പറയുമ്പോൾ, എന്നിട്ട് നമുക്ക് ഇവിടെ വന്ന് പടക്കം പൊട്ടിച്ചും പായസം വെച്ചും ഇത് ആഘോഷിക്കണമെന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട്. ഇതേ സമയം മോഹിനിയാണെങ്കിൽ ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആരെ വെള്ള പിടിപ്പിച്ച് കിടത്തുന്ന കാര്യം മുത്തശ്ശിയും കൊച്ചുമോളും ഈ ത്രിസന്ധിക്ക് പറയുന്നത് എന്നെല്ലാം മോഹിനി ചോദിക്കുമ്പോൾ, അതൊന്നുമില്ല മോഹിനി, നീ കേട്ടതിൻ്റെയാണെന്ന് പറയുന്നുണ്ട് മുത്തശ്ശി. ഇന്നെന്താ രണ്ടാളും വലിയ സന്തോഷത്തിലാണല്ലോ, നിൻ്റെ അച്ഛൻ രാവിലെ പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നില്ലല്ലോ എന്നെല്ലാം മോഹിനി ചോദിക്കുമ്പോൾ, എനിക്കറിയില്ല, ഏതായാലും അച്ഛൻ വന്ന് കണ്ടിട്ടേ ഞാൻ തിരിച്ചു പോകുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട് കരുണ. നിൻ്റെ സന്തോഷമൊക്കെ ഉടനെ കെട്ടടങ്ങാൻ പോവുകയാണ് മോഹിനി. നിൻ്റെ മോളുടെയും മരുമോളെയും ഇപ്പോൾ അവൻ്റെ അച്ഛൻ്റെ അടുത്ത് പ്രതാപൻ എത്തിച്ചിരിക്കുമെന്ന് മുത്തശ്ശി ഇതേ സമയം മനസ്സിൽ പറയുന്നുണ്ട്. ഇതേ സമയം ഉണ്ണിയോടായിട്ട് ദുർഗ ചോദിക്കുന്നുണ്ട്, ഇതുവരെയായിട്ട് വിവരമൊന്നും അറിഞ്ഞില്ലല്ലോ മോനെ, ഇനി എല്ലാ തവണത്തെയും പോലെ നമ്മൾ ആഗ്രഹിച്ചതെല്ലാം വെറുതെ ആവുമെന്ന് ചോദിക്കുമ്പോൾ, രണ്ടും കൽപ്പിച്ചാണ് ഇത്തവണ എൻ്റെ അമ്മായിയച്ഛൻ പോയിരിക്കുന്നത്. കരുണയുടെ കണ്ണീർ അയാളെ ചൂട് പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആരോഗ്യം പോലും നോൽക്കാതെ അയാൾ ഇതിനിറങ്ങി പുറപ്പെട്ടതെന്ന് ഉണ്ണി പറയുന്നുണ്ട് കേട്ടോ. അയാളെയും അവരെയും വെള്ള പുതപ്പിച്ചിരിക്കുന്ന ശരീരം ഉടനെ തന്നെ ഇവിടെ ആംബുലൻസിൽ കൊണ്ടിറക്കുമെന്നും ഉണ്ണി പറയുന്നുണ്ട്. ഏതായാലും സിദ്ധിയായിട്ടുള്ള അമ്മയുടെയും അതുപോലെ തന്നെ വിശ്വനാഥൻ്റെ ആത്മാവിനും ഒക്കെ കണ്ണനും മഹാലക്ഷ്മിക്കും രക്ഷകരായിട്ട് ഉള്ളതുകൊണ്ട് തന്നെ പ്രതാപനും കരുണയും മുത്തശ്ശിയും ആഗ്രഹിച്ചതുപോലെയൊന്നും കാര്യങ്ങൾ നടക്കില്ല. മാത്രമല്ല, പ്രതാപനാണ് അച്ഛൻ്റെ കൊലയാളി എന്ന് കണ്ണനും ഉണ്ണിയും ദുർഗയൊക്കെ അറിയാൻ പോകുന്നു എന്നതിലണക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം വർഷങ്ങൾക്ക് മുൻപ് നടന്ന ആ അപകടം, തൻ്റെ അച്ഛൻ്റെ ജീവനെടുത്ത ലോറി കണ്ണൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ സ്വന്തം മകളുടെ ജീവിതം കുളം തോണ്ടാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും പ്രതാപനിലൂടെ തന്നെ സംഭവിക്കുന്നു. അതുകൊണ്ടാണ് ഇത്രയും വർഷം ആരുടെയും കണ്ണിൽപ്പെടാതെ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ ലോറി പുറത്തെടുക്കാനായിട്ട് അയാൾക്ക് തോന്നിയത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ കിടലൻ എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്